ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നുള്ളത് ഒരു ന്യൂ ഇയർ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അത്രയ്ക്ക് വലിയ പ്രിപ്പറേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. റൂമൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം, പിന്നെ കലണ്ടർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇന്ന് ഡിസംബർ 29 ആണ്. ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് എന്നാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ എൻ്റെ റൂം പറയുന്നുള്ളത് ഇതാണ്. ഇവിടെയാണ് എൻ്റെ സാധനങ്ങളെല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നുള്ളത് ഇപ്പോൾ കാണിച്ച പോലെ ഒരു എക്സ്ട്രീം ക്ലീനിങ് ആണ് കേട്ടോ. വലിയ മെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്തായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് എൻ്റെ 2026 ന്യൂ ജേർണലിംഗ് സപ്ലൈസ് അല്ലാതെ ഉള്ളത്. ഈ അടുത്ത് വിട്ടിട്ടുള്ള ക്ലീനിങ് വ്ളോഗിൽ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് വേണമെങ്കിൽ പോയി കണ്ടോളൂ. ഇതിലോട്ട് എനിക്ക് പുതിയതായി കിട്ടിയിട്ടുള്ള എന്താ വെച്ചാൽ മിറുമിഷു തന്നിട്ടുള്ള ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഷീറ്റാണ്. ഇതെനിക്ക് മിറുമിഷു തന്നതാണ്. അതിൻ്റെ ബാക്കിലും കുറച്ച് അവർ തന്നിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പോൾ എനിക്ക് പുതിയതായി കിട്ടിയിട്ടുള്ളത്. ഇതും എനിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഈ വാഷ് ടാപ്പിൻ്റെ ബോക്സ് അതിൻ്റെ ഉള്ളിൽ കൊള്ളും, പക്ഷെ അത് വെച്ചിട്ട് അത് പൊന്തി നിൽക്കുന്നുണ്ട്. സോ ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല. സംഭവം അത് ക്ലോസ് ആവുകയൊക്കെ ചെയ്യുമെങ്കിലും കുറച്ച് പൊന്തി നിൽക്കും. എൻ്റെ ഫസ്റ്റ് ഷെൽഫിലെ ഐറ്റംസുകളെല്ലാതും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നുകളെല്ലാതും ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഷെൽഫിലായിരുന്നു ഞാൻ എൻ്റെ ജേർണൽ സപ്ലൈസും അങ്ങനത്തെ ഐറ്റംസ് എല്ലാതും വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അതൊക്കെ പിന്നെ ഞാനിതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസുകളായിരുന്നു ആ ഷെൽഫിൽ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ഇത് മിഞ്ഞാനക്കത്തെ നെല്ലിക്കക്കുരു ആണ് കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ട്. അതിന് പിന്നെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇട്ടിട്ട് കൈ ഒന്ന് കഴുകുകയാണ്, കാരണം അത് മിഞ്ഞാനത്തത്. അപ്പോൾ ഇങ്ങനത്തെ പല ഐറ്റംസും അവിടെ നിന്ന് എനിക്ക് കിട്ടിട്ടോ. അവിടെ പിന്നെ നല്ല പൊടിയായതുകൊണ്ട് ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ പൊടിയൊന്നും നിങ്ങൾ നോക്കിക്കേ. പിന്നെ അതിനെ വേഗം വേസ്റ്റ് ബാസ്ക്കറ്റിൽ വന്നിട്ടു. അപ്പോൾ തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഷെൽഫുള്ളത്. ഇനി നമുക്ക് സാധനങ്ങളല്ലാതെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഐറ്റം അൺബോക്സ് ചെയ്യാം. ഇത് റൂട്ട്സിൻ്റെ ചീപ്പാണ് കേട്ടോ. ഇതിന് 400 സംതിങ് 445 അങ്ങനെ എന്തോ ആണ്. റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കിടിലൻ ചീർപ്പാണ്. പിന്നെ ഞാൻ സെബാമേഡിൻ്റെ ഒരു ലിപ് ബാമും കൂടെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ചീർപ്പിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ എനിക്ക് വേറെ ചീർപ്പുണ്ട്, നല്ല ചീർപ്പാണ്, പക്ഷേ അത് കുറച്ച് ഹാർഡാണ്. എനിക്ക് സോഫ്റ്റ് വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് എല്ലാതും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂട്ട്സിൻ്റെ ഇതിനെ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അൺബോക്സ് ചെയ്തിട്ടൊന്നുമില്ല. അൺബോക്സ് ചെയ്യാൻ ഇപ്പോൾ വലിയതൊന്നുമില്ല, ഒന്നും അപ്പോൾ ഇതാ മതി. ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതതിൻ്റെ ഒറിജിനൽ സൗണ്ടാണ്, ഞാൻ സൗണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇതാണ് എൻ്റെ ന്യൂ ഇയറിലോട്ടുള്ള ചീർപ്പ് എന്ന് പറയുന്നുള്ളത്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എന്തോ പോലെ തോന്നിയപ്പോൾ ഞാനിതാ ഈ ഒരു ഷെൽഫ് പറഞ്ഞ് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആയിട്ട് ഒരു മെഷീനുണ്ട്, ഒരു കുഞ്ഞു മെഷീൻ. അത് മാമൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അങ്ങോട്ട് വെച്ചേക്കാമെന്ന്. എന്നാൽ പിന്നെ കുറച്ചും കൂടെ ഈസി ആയല്ലോ. ഈസി മീൻസ് അധികാരം എടുക്കില്ലല്ലോ. പിന്നെ നമ്മൾ ചീർപ്പ് കൂട്ടാനും കൂടിയും വെക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ആ ഐറ്റംസ് അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നിനെയും കൂടെ ഒന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്തായാലും അവിടെ സെറ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് എല്ലാതും വെക്കാം. ഇവിടെയായിട്ട് ഞാൻ ജേർണൽ സപ്ലൈസ് വെച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ എൻ്റെ പ്ലാനറും ജേർണൽ ബുക്കും എല്ലാതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര അധികം ആവശ്യം വരുന്ന ഐറ്റംസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാതും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാനറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെക്സ്റ്റ് ഷെൽഫിലായിട്ടാണ് എൻ്റെ ബുക്സും കാര്യങ്ങളും ഉള്ളത്. അതൊക്കെ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബുക്കിൻ്റെ ഷെൽഫും ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി ഈ 2 ഷെൽഫും കൂടിയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ഈ ഷെൽഫിൽ ആ സ്റ്റിക്കർ ആരോ പറിച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ വൃത്തികേട്. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് മുകളിലത്തെ ഈ കുറച്ച് ബുക്സൊക്കെ എടുത്തു വെക്കാനും എന്നൊക്കെ ഉണ്ട്. അതിനെ എടുത്തു വെക്കുമെന്ന് അറിയില്ല. പിന്നെ ഈ ബോക്സിൽ എൻ്റെ ജങ്ക്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നുള്ളത്. പിന്നീട് ഞാൻ പുതിയതായി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നുള്ളത്. ഇതിന് 300 ആണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ 3 ബോട്ടിൽസും വരുന്നുണ്ട്. അങ്ങനത്തേതാണ് ഇത്. നിങ്ങളിൽ പലവരുടെ അടുത്തുണ്ടാവും. മീഷോയിലും ഫ്ലിപ്പിലും ആമസോണിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് നമ്മുടെ ജാംജൂമിൽ നിന്നിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതുപോലെയാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സ് പിച്ച് കുട്ടപ്പന്മാരാക്കാം.
അപ്പോൾ ഇനി നമുക്ക് വിഷംബോർഡ് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ കളർ പ്രിന്റ് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, ഇങ്ങനത്തെ പ്രിന്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരെണ്ണേ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ തോന്നി. അതിൽ ഇങ്ങനത്തെ ഈ ക്രാഫ്റ്റിൻ്റെ ആ പിക്ചറൊന്നും പറ്റിയിട്ടില്ല. അല്ലാത്തതൊന്നും കുഴപ്പമില്ല, കുഴപ്പമുണ്ട് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഇക്കാക്കാക്ക് ഇതും ഇങ്ങനത്തെ ഈ 2 പിക്കും കൂടെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതല്ലാതെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അതെല്ലാതും ചുരുക്കിയിട്ട് 2 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 13th ആണ് കേട്ടോ. ഇനി 31th ആയിരിക്കും എനിക്ക് അതെല്ലാതും കിട്ടുക. അപ്പോൾ ഞാനത് ഷോർട്ടായിട്ട് പബ്ലിഷ് ചെയ്യാം. ഇപ്പം എനിക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ചിലപ്പോൾ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വിഷൻ ബോർഡിൻ്റെ വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും. അത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിലായിരിക്കും കേട്ടോ ഞാൻ ആ വീഡിയോ വിടുക. അപ്പോൾ വിഷൻ ബോർഡ് എന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി കലണ്ടർ നോക്കിയാലോ. ഇതാണ് കേട്ടോ എൻ്റെ കലണ്ടർ എന്ന് പറയുന്നുള്ളത്. ഞാൻ ഫോൺ കിട്ടാത്തപ്പോഴായിരുന്നു കേട്ടോ ഇത് ചെയ്യാനിരുന്നത്. അതായത് ഈവനിങ്ങിൽ ഞാൻ ബോറടിച്ചപ്പോൾ ഇന്ന് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ചെയ്തതാണ് ഇത്. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേയിൽ, അതായത് റിപ്പബ്ലിക് ഡേ അങ്ങനത്തെ ഡേയ്സിലൊക്കെ ഞാൻ കുറച്ച് ഇമോജീസൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പ്ലാൻ. ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ പ്ലാനിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് 2026 വിഷ് ലിസ്റ്റ് ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഞാൻ എനിക്ക് വേണ്ട എല്ലാ ഐറ്റംസും എഴുതി കൊടുത്തിട്ടുണ്ട്. വിഷ് ലിസ്റ്റ്, ബഡ്ജറ്റ് ലിസ്റ്റ്, ഗോൾസ് അത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ തിങ്സ് ദാറ്റ് മേക്ക് മീ ഹാപ്പി എന്നുള്ളത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വിഷൻ ബോർഡിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇയർ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.